അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗൈസ്? എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മോൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നത് സമയം 12:30 ആയിട്ടുണ്ട്. മീൻ വാങ്ങാൻ കയറിയപ്പോൾ മീനെല്ലാം തീർന്നു. ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നു. ചിക്കനും ചീനിയും ചന്തയിൽ കയറിയപ്പോൾ കരുവാടും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ അവൻ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഒരു പീസ് കട്ട് ചെയ്തുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞില്ലേ നാളത്തെ വീഡിയോയിൽ, എണ്ണ ഉള്ള ഒരു സാധനവും ഇപ്പം ഉപയോഗിക്കില്ല. മീൻ പൊരിക്കുന്ന എണ്ണയാണെന്നും പറഞ്ഞ് കഴിക്കത്തില്ല. എണ്ണ തൊടാത്ത സാധനങ്ങളാണ് ഇവ എല്ലാം കഴിക്കുന്നത്. അപ്പം എയർ ഫ്രയറിലോട്ട് വെച്ച് ഒരു ചിക്കൻ പീസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി വയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ 4 സവാളയും 2 വലിയ സവാളയും ഞാൻ അരിഞ്ഞ് വെച്ച്. അപ്പം തക്കാളി 2 തക്കാളി, പിന്നെ ക്യാപ്സിക്കം എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചിക്കനിൽ ഞാൻ അരപ്പെല്ലാം മോനാണ് എനിക്ക് ശരിയാക്കി തന്നത്. അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഗ്രാമ്പൂ, പട്ട, മുളക് പൊടി എല്ലാം ഇട്ട് അരച്ച് നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് വെക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇത് മുമ്പ് നമ്മൾ ഇവിടെ വെച്ച് നോക്കിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ പച്ചമുളകും ക്യാപ്സിക്കവും തക്കാളിയും എല്ലാം ഇട്ട് ഞാൻ ആദ്യം തന്നെ എണ്ണയിലിട്ടൊന്ന് ശകലം ഒന്ന് വാട്ടുന്നുണ്ട്. ഈ 4 സവാള ഞാനിവിടെ മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ കൂടെ സവാള നമ്മൾ ആഡ് ചെയ്തിടുന്നില്ല. അപ്പോൾ ഒരാളത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ചിക്കൻ ഫ്രൈ ആക്കി ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൽ അരപ്പ് എല്ലാം നമ്മൾ പെരുംജീരകപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ച് എല്ലാം കൂടെ വിരവി വെച്ച് നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന സവാള നമ്മൾ ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ചന്തയിൽ കയറി കരുവാടും 2 സൈസ് കൊഞ്ചുപൊടിയും എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. 11:30 12 മണി വരെയൊക്കെ കാണത്തുള്ളൂ. മീനൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വറുത്ത് വെച്ചേക്കണം സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം സവാള ഇതല്ലാതെ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി സവാള ഇട്ട് കൊടുക്കാം. അപ്പം കരിഞ്ഞു വന്നാൽ നമുക്ക് കയ്പ്പ് വരും, സവാളയ്ക്ക് കയ്പ്പ് വരും. സവാള കരിയാതെ നോക്കണം. നമ്മൾ ബിരിയാണിയൊക്കെ വയ്ക്കാനായിട്ട് സവാള മുപ്പിക്കൂലേ, അപ്പോൾ അത്ര അങ്ങ് മുരിഞ്ഞ് വരണ്ട. ഒരു ഇതേപോലെ ഒന്ന് ചുമന്ന് ഇതായി വന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇത് സവാള വറുത്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ചിട്ടതിന് ശേഷം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിയും കൂടെ ഇട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് കുറച്ച് നേരം കൂടെ ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് അടപ്പ് മൂടി വയ്ക്കാം. അപ്പോൾ ചീനി എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണം. എല്ലാവരും ചെയ്യുന്നത് തന്നെ, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചീനി ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും ചീനിയും ചിക്കൻ കറിയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ വെച്ചില്ല. ഇന്നത്തെ വീഡിയോ ചെറിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇപ്പം കറിയെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. മോനും ചോറ് വേണ്ടാന്ന് പറഞ്ഞു, എനിക്ക് ചീനി മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ചീനിയും ചിക്കൻ കറിയും കൂടെ അവന് കൊടുക്കാം. അപ്പോൾ വന്നപ്പോൾ തന്നെ 12:45. അപ്പോൾ ഇപ്പം സമയം 1:45. ഇപ്പോൾ ഇത്രയും സമയത്തിന് ചീനി റെഡിയാക്കി എടുക്കണം. പിന്നെ ചിക്കൻ തന്നെ വൃത്തിയാക്കണമെങ്കിൽ എന്ത് സമയം എടുക്കുമെന്നറിയാമല്ലോ. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ പെട്ടെന്നാണ് ഞാൻ എല്ലാം റെഡിയാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളത്തെ വീഡിയോ കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.